ഇങ്ങനെ നോക്കി നിൽക്കുന്ന വേറെ ആരുമല്ല, ചെന്നിമ്പുവാണ്. നമ്മുടെ കോട്ടയത്ത് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഓപ്പോസിറ്റാണ് ബസ് വന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ബസ്സിലിരുന്ന് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ടുകൂടി ഉച്ചയ്ക്ക് ഫുഡ് ശരിക്കും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് 8:30 ആയപ്പോഴും എനിക്ക് വിശന്നു. 8:30 എന്നുള്ളത് 9:30 ആയി, 10:30 ആയി, 11:30 ആയി. നോ ഫുഡ്. വിശന്നാൽ നിങ്ങളെല്ലാതാവും. അങ്ങനെയാണല്ലോ. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോഴാണ് സംഭവിക്കുന്നത്. ദൈവദൂതനെ പോലൊരു ചേട്ടൻ ഞങ്ങൾ കഴിക്കാനായിട്ട് പൊറോട്ടയും ചിക്കൻ 65 ആണ് പറഞ്ഞത്. അത്രയ്ക്ക് നല്ല വിശപ്പായതുകൊണ്ട് പ്ലേറ്റ് താഴെ പോലെ വെക്കാൻ സമ്മതിച്ചില്ല. ഒരു ചിക്കൻ അങ്ങ് എടുത്തിട്ട് പിന്നെ ഐശ്വര്യമായിട്ടും കഴിക്കാൻ തുടങ്ങി. കഴിക്കാൻ ഞങ്ങൾ ഇറങ്ങിയത് തൃശ്ശൂരായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് വെളിയിൽ ഇറങ്ങുമ്പോഴേക്കും ചാറ്റൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഞങ്ങൾ കയറി വന്ന സീറ്റിലിരിക്കുമ്പോൾ പുറത്ത് ഉഗ്രമഴ. മഴ, വിൻഡോ സീറ്റ്, ഐസ്ക്രീം. വാവ്. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. ഏതോ ഒരു തുരുങ്കത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഒറ്റ ഉറക്കമായിരുന്നു. രാവിലെ കണ്ണു തുറക്കുമ്പോൾ തമിഴ്നാട് തിരിക്കുന്നു. അങ്ങനെ ഫോണൊക്കെ മാറ്റി വെച്ച് അവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ ഇരിപ്പായി. 7 മണിക്കായപ്പോൾ ഒരു ടീ ഷോപ്പിൽ നിർത്തി കേട്ടോ. ആദ്യമേ തമിഴ്നാട്ടിൽ നിന്ന് ഈ ടീയാ കുടിക്കുന്നു. കാണുമ്പോഴേ നമുക്കറിയാം ഗ്ലാസ് കണ്ടില്ലേ, കുഞ്ഞു ഗ്ലാസ്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. സ്കാനർ. അങ്ങനെ വീണ്ടും പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കേട്ടോ ബസ്സിൽ പോകുമ്പോഴുള്ള വ്യൂ.